എന്ത് പരിപാടി നിങ്ങൾ രണ്ടുപേരും കൂടി കാണിച്ചേ? അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഞങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് നമുക്ക് പറ്റിപ്പോയി. എന്ത് ചെയ്യാനാ? പറ്റിപ്പോയത്രേ. അത് ഇവളെ വഴക്കിനൊക്കെ കാരണം. ഇപ്പൊ ഞാൻ എല്ലാത്തിനും കാരണം. നീ തന്നെ നിനക്ക് കിട്ടിക്കൂടി എടുത്ത പോരായിരുന്നോ? നീ എന്തിനതിന് വഴക്കുണ്ടാക്കിയേ? അതല്ലേ അമ്മച്ചി ഈരടിച്ചേ? തേങ്ങയാ അമ്മച്ചി, അതുകൊണ്ടൊന്നും അല്ല ഈര പിടിച്ചേ. പിന്നെ അതൊക്കെ ഉണ്ട്. അത് എന്താ പറയോ, നീ ഞാൻ കൂടെ അവിടുന്ന് ഒച്ചത്തിൽ സംസാരിച്ചേ. അത് അമ്മയ്ക്ക് സങ്കടം വന്നു. അതോ അല്ലാതെ എന്റെ മാത്രം തെറ്റൊന്നുമല്ല. ഇപ്പോഴും നീ സമ്മതിക്കണ്ട, എല്ലാം എന്റെ തലയിൽ കിട്ടോ. അത് പിന്നെ ചേച്ചി, നമ്മൾ രണ്ടുപേരും കാരണക്കാരാ. ഇനി എങ്ങനെ സ്കൂളിൽ പോകും? എന്റെ ദൈവമേ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ അങ്ങ് തുറക്കല്ലോ. എല്ലാവരും പുതിയ ബാഗ് കൊടയൊക്കെ കൊണ്ടൊക്കെ വരുമ്പോ ഞാൻ എന്തോന്ന് പറയും? പറഞ്ഞേക്ക് അമ്മയമ്മ വഴക്കടിച്ചതാണെന്നേ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങൾ വഴക്കുണ്ടാക്കിട്ട് ഇപ്പൊ എനിക്ക് പോയല്ലോ, അതെന്റെ പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാതെ നിനക്ക് എടുക്കണ്ട. അതെന്താ? നീ ഷൈൻ ചെയ്യും. എന്തായാലും ഇപ്പൊ എനിക്കും കിട്ടിയല്ലോ. ഇനിപ്പത്തെ പറഞ്ഞിട്ട് കാര്യം. എന്നാലും നമുക്ക് അവിടുന്ന് വഴക്കടിക്കണ്ടായിരുന്നു അല്ലേടി? അതെ ചേച്ചി, വഴക്കടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാഗും ബുക്കൊക്കെ അവിടെ നിന്ന് നോക്കുമായിരിക്കും. ശരിയാ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യാൻ? പഴയ ബാഗും ബുക്കും കൊടയൊക്കെ കൊണ്ട് പോവാം. നോട്ട് ബുക്ക് അമ്മ വാങ്ങി തരാതിരിക്കില്ല. പിന്നെ ബാഗും കൊടയൊക്കെ പഴയതിട്ട് പോവാം. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ശരിയാ. എന്താ മക്കളെ, ഫുഡൊന്നും വേണ്ടേ? വേണമെന്നില്ല. അതെന്താ? അതെന്താ ഫുഡൊന്നും വേണ്ടാത്തേ? വേണ്ട അങ്ങനെ പറയല്ലേ. ബാഗ് വാങ്ങി തരാത്തോണ്ടാണോ? പറ കുഞ്ഞുമക്കള്, പറന്നേ. എനിക്ക് വേണം അതിന്റെ ഫുഡ്. വിശന്നിട്ട് പാടില്ല. ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് മാത്രം ബാഗ് വാങ്ങും. ബാക്കിയുള്ളവർക്കൊക്കെ അപ്പൊ ബാഗ് മേടിച്ചു തരും. അതിന് നിങ്ങൾക്കൊന്നും മേടിച്ചു തരില്ല. പാറിനല്ലേ ഫുഡ് വേണ്ടേ? പാറിന് മാത്രം മേടിച്ചു കൊടുക്കൂ. അതിനെന്താ ഞങ്ങൾക്ക് ഫുഡ് വേണം. അമ്മേ, എന്താ കറി? കറി നിനക്ക് ഇഷ്ടമില്ലാത്തതാ. സാമ്പാറായിരിക്കും. അതെ, അതൊന്നും കുഴപ്പമില്ലാമേ. ഞാൻ തട്ടി വിട്ടോളാം ചോറിന്. ഇനി ഞാൻ റെഡി. വാ പാറു. ഈ അമ്മയുടെ ഒരു കാര്യം, ഒറ്റ ബാഗ് ഒന്നും വാങ്ങി തരില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞട്ടെ, എന്നിട്ടാവും ബാക്കി. മക്കളെ, ഫുഡ് കഴിക്കേ. ചെടിയൊക്കെ ഉറങ്ങാറായി. ഞാനെന്നാ ചെടിയൊക്കെ നനക്കട്ടെ. ചെടി നനക്കട്ടെ. അമ്മേ, ഞാൻ ചെടി നനക്കണം. വേണ്ട മോളെ, ബാഗൊക്കെ പിന്നെ വാങ്ങല്ലേ. ഞാനത് ഇപ്പൊ തന്നെ വാങ്ങണം. അല്ലമ്മേ, ഞാൻ ചെടി നനക്കാം. പണി പെട്ടെന്ന് കഴിച്ചോ, നമുക്ക് പെട്ടെന്ന് പോവാം. അതിന് ഇന്ന് പണിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഒരട്ടം പോയത്. ഇപ്പൊ നാളെ പോവാം. അല്ലമ്മേ, രാത്രി പോവാലോ. അമ്മയ്ക്കല്ലേ വളപ്പിൽ കുറെ പണിയുണ്ടെന്ന് പറഞ്ഞേ. അതെ, പക്ഷേ എന്തോന്ന് പക്ഷേ? അമ്മ പോയിക്കോ, ഞാൻ ചെടിയൊക്കെ നനച്ചോളാം. ചെടിക്ക് ഉണങ്ങി അമ്മേ. ഇവളാണ് കൊള്ളാലോ, പുറത്ത് പോലും ഇറങ്ങാറില്ല. ഇപ്പഴേ ചെടി നനക്കുന്നു. ഇനി എന്നും ചെടി നനക്കണം. എന്റെ ദേവി, എന്നും ഇതൊക്കെ കാണാൻ പറ്റട്ടെ. അമ്മ പോയോ? തൽക്കാലം പിന്നെ ചെടി നനക്കാം. ഒന്ന് കടയിൽ പോയിട്ട് വരാം. നിന്റെ കളിയൊക്കെ എനിക്കറിയടി. ഇനി കടയിൽ പോയി മിഠായി മേടിച്ചോണ്ട് വരും. അത്രയും സമയം ഇവിടെ നനക്കായിരുന്നു എന്റെ അടുത്ത് പറയും. ചെടി നോക്കായിരുന്നു എന്റെ അടുത്ത് പറയും. ഇവള് കള്ളിയാലോ. ഇവളെ ഞാനുണ്ടല്ലോ, ബാഗുമില്ല, ഒരു കുന്തമില്ല. വെറുതെയാ മക്കൾക്ക് ബാഗൊക്കെ മേടിച്ചു കൊടുക്കുന്നേ. ഇതുപോലത്തെ ഓരോന്നല്ലേ ഉള്ളത്. ഒരു സഹായത്തിനും കൊള്ളത്തില്ല. എന്താ ഇവളെ കൊണ്ടൊക്കെ ഉപകാരം? എന്നാ സ്കൂളിൽ പോയാൽ പഠിക്കോ? അതും ഇല്ല. ഒരു ആവറേജ് സ്റ്റുഡന്റിന് മേലെ കയറാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. എന്റെ ദേവി, അടുത്ത കൊല്ലം 10th-ലേക്കാ. എന്താ അവസ്ഥ എന്നാവോ? എന്നെ നീ കാത്തോണേ. നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാൻ എന്നെ കാത്തോണേ നീ. ദൈവത്തോട് പറഞ്ഞെന്താ കാര്യം? അത് അവളോട് പറയണ്ടേ? മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടായി. ഒറ്റയ്ക്കങ്ങ് ചെയ്താ മതിയായിരുന്നു ഒക്കെ. നിങ്ങൾക്കൊക്കെ ഞാൻ ബാഗ് വാങ്ങി തരാട്ടോ. നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ ആ പഴയ ബാഗ് തന്നെ സ്കൂളിലേക്ക് വീണ്ടും ഇട്ടേച്ചു പോകും. ഇത് പറയുന്നത് നീലുവാ. നിങ്ങളൊക്കെ പഴയ ബാഗ് ഇട്ടുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. 3 ബാഗിന് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഞാൻ ഇപ്പൊ ശരിയായി കൊടുത്തോളാം. ഇനിയിപ്പൊ 3നും ഏത് ബാഗ് കാണിച്ചു കൊടുത്താലും വേണ്ടെന്ന് പറയും. ഇത് തന്നെ മതിയെന്ന് പറയും. അനുവിന് പാറുവിന്റെയും കൊടുക്കാം, പാറുവിന് അനുവിന്റെയും കൊടുക്കാം, അനുവിന്റെ ദേവുവിനെയും കൊടുക്കാം. അത് നല്ലത്. അതാവും മനസ്സിലാവില്ല. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും. എന്തായാലും എന്റെ മക്കൾക്ക് ഞാൻ തന്നെ ഒരു പണി കൊടുത്തു. മക്കളെ, അനുമോളെ, പാറുമോളെ, ദേവു. എന്താമ്മേ? ഹായ്, പുതിയ ബാഗ്. ഒരു മിനിറ്റ്, അമ്മ തരാട്ടോ എല്ലാവർക്കും ഉള്ളത്. ഇവിടെ വാ, അനുവാ. ആ ബ്ലൂ എന്റെ പൈ ബാഗിന് അതേ ഡിസൈനാലോ. ഡിസൈൻ ഒക്കെ ഒരേതാ. പക്ഷെ മോളും ഇതെടുത്തോ. താങ്ക് യു അമ്മേ. അമ്മ എന്നാലും സർപ്രൈസ് ആയിട്ട് എനിക്ക് ബാഗ് തന്നെ വിചാരിച്ചില്ല. അമ്മ എപ്പോഴാ വാങ്ങാൻ പോയേ? അതൊക്കെ പോയി മക്കളെ. പാറു ഇങ്ങോട്ട് വാ. ഹായ്, ഇതേ ഡിസൈനിലെ ബാഗിലേനാ കഴിഞ്ഞ അനുണ്ടായിരുന്നേ. BTS ഉണ്ടല്ലോ ഇതില്. BTS കണ്ട് വാങ്ങിച്ച മക്കളെ. ഞാൻ കഴിഞ്ഞ ഡിസൈൻ ഒന്നും ശ്രദ്ധിച്ചില്ല. BTS ബാഗൊക്കെ നല്ല വിലയല്ലേ? എന്റെ മകൾക്ക് വേണ്ടി ഞാൻ വാങ്ങിന്നേ. ദേവു ഇവിടെ വന്നേ. ഇതാ എന്റെ മോക്ക്. താങ്ക് യു അമ്മേ. 3 പേർക്ക് സന്തോഷായില്ലേ? അമ്മ അമ്പല്ല. അത് നമുക്ക് പിന്നെ മേടിക്കാം കുട്ടികളെ. ഇന്നിനി അമ്മയ്ക്ക് പോവാൻ വയ്യ.
അമ്മ ബാഗ് മാത്രമേ മേടിച്ചോളൂ. താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. എന്റെ 3 മക്കൾക്ക് ബുദ്ധി ഇല്ലെന്ന് മനസ്സിലായി. മൂന്നും വിശ്വസിച്ചു. അത് മതി എനിക്ക്, അത് മാത്രം. ആനക്ക് ഞാൻ ബീറ്റീസിന്റെ ബാഗ് വാങ്ങി തരില്ല, പറഞ്ഞ തരില്ല. അതിങ്ങനെ കേട്ടാ മതി എന്റെ ഉസ്മാനേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീറ്റീസിന്റെ ബാഗ്. അതിനെ കൊണ്ടാണ് പറ്റി അത് മനസ്സിലാക്കി. എന്താണ് നിങ്ങൾ എന്താണ് ഇന്നെ മനസ്സിലാക്കാത്തത്? ഞാനൊരു പാപം മനസ്സിലല്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ബീച്ചസിന്റെ ബാഗിൽ ഞാൻ പറഞ്ഞിട്ടു വേറൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനമ്മച്ച എന്തിനു നിങ്ങളിങ്ങനെ? എന്റെ ഉസ്മാനെ, അന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെന്ത് വിലയാണെന്ന്? 2000 രൂപ. ആ ഉപ്പച്ചിന്റെ 4 ദിവസത്തെ കൂലിണ്ട് 2000 രൂപ. ആ ഗൾഫിലൊക്കെ തന്നെയാ. പകുതി പൈസ ടിക്കറ്റിന് വേണ്ടി എടുത്തു വെച്ചോണ്ടിരിക്കാ. അല്ല വാപ്പ ഈ പെരുന്നാക്ക് നാട്ടിൽ വരാനായിട്ട്. അങ്ങനെ ടൈമിന് ഇനിയിപ്പോ പെരുന്നാക്ക് ഡ്രസ് എടുക്കണം. അതൊക്കെ അറിയില്ല എനിക്ക്. ഇപ്പൊ തന്നെ 2000 രൂപയ്ക്ക് ബാഗ് എടുത്താലേ പെരുന്നാക്ക് എത്ര പൈസക്ക് ഡ്രസ് എടുക്കുക? എനിക്ക് വലിയ കുറെ ബാഗൊക്കെ വേണ്ടേ? എനിക്ക് എന്തോ ഒരു വിലയാണ്. അത് സ്കൂൾ ഇടുന്ന 15-ാം തീയതി അല്ലേ പെരുന്നാള്? അപ്പൊ നോക്കിയാ പോലെ. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് ബാഗ് മേടിച്ചെന്നാളി. ഞാൻ എന്തെങ്കിലും പണിക്കോട്ട് വെച്ചാൽ അതിനും അയക്കൂല. 7ാം ക്ലാസ് പഠിക്കണ ചെക്കനെ പണിക്കാരനെ വെച്ച് ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ചെയ്യാം. നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ എനിക്ക് അടുത്താലോ? ഞാൻ ആ കോയമ്പനാക്കാരെ വീട്ടിൽ നിന്നോളെ പറഞ്ഞല്ലേ. ഒരു ദിവസം 100 രൂപ കിട്ടും. അതുകൊണ്ട് നീ എന്ത് ചെയ്യാനാ? മിഠായി വാങ്ങാൻ തയ്യോ നിനക്കത്? ഒരു ദിവസം നീ സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട് 100 രൂപ. ഇമ്മച്ചിനോട് ഒന്ന് പറഞ്ഞിട്ട് കാര്യം ഇമ്മച്ചിക്ക് ഒരുപ്പെട്ടൊരു സ്വഭാവം തന്നെ. എന്താണ് ഇതിന് ഞാൻ കാട്ടല്? റബ്ബേക്ക് വേറെ ഇമ്മച്ചിയെ തന്നൂടെ? എന്തിനാ എനിക്ക് ഈ ഇമ്മച്ചിനെ തന്നത്? എന്നാ പോടാ, നീ ഇറങ്ങിപ്പോ, വേറെ അമ്മേന്റെ അടുത്ത് പോ. ഞാനായതുകൊണ്ടാ നിന്നെ സഹിക്കുന്നേ. വേറെ വല്ല അമ്മമാരും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ചെരുമുട്ടി എടുത്ത് തലക്കടിച്ച് കൊന്നേനെ. ഇതിലേറെ ഭേദം അതായിരുന്നു. ഈ 4 ചത്താ മതി. ബിടിഎസിന്റെ ബാഗ് അത് സ്കൂൾ കൊണ്ടില്ല. എല്ലാരും ബിടിഎസിന്റെ ബാഗ് എടുക്കാൻ പ്ലാറ്റ് ചെയ്ത് ഞങ്ങളെ ഗ്യാങ് മൊത്തത്തിൽ ബിടിഎസിന്റെ ബാഗ് എടുക്കുന്നത്. ഇപ്പച്ചിന്റെ കാരണം ഒക്കെ ഇപ്പൊ കൊളാൻ പോവല്ലേ? കാലിക്കുമ്പോ സങ്കട വേദ. പ്ലാനിന്റെ ആലോചിക്കണേ, അതിന് വില എത്ര അടിക്കുന്നത്? ഈ കുരിപ്പിനെ കൊണ്ട് കഷ്ടപ്പാടായില്ല.